20th നവംബറിന് എടുത്ത 2 ലൂസിങ് ട്രേഡ്സിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ആദ്യത്തെ ട്രേഡ് പ്ലേസ് ചെയ്തത് ഏകദേശം ഈ 31.62 എന്നുള്ള എൻട്രിയാണ് എനിക്ക് കിട്ടിയത്. പ്രൈസ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലാസ്റ്റ് POI ആയിട്ടാണ് ഞാൻ ഇത് മാർക്ക് ചെയ്തത്. ലൈൻ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബ്രേക്കർ ഏരിയ ആണ്. ഇവിടെ അൺടച്ച്ഡ് ആണ്. പ്രൈസ് ഇതുവരെ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എൻട്രി പ്ലേസ് ചെയ്യാൻ കാരണം. സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചത് ഓൾവേസ് $3 സ്റ്റോപ്പ് ലോസാണ് ഞാൻ വെച്ചത്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 20 പിപ്സ് അടിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ 50 അല്ലെങ്കിൽ എൻ്റെ കംഫർട്ടബിളായിട്ടുള്ള ആ സമയത്ത് ഏതാണ് കംഫർട്ടബിളായിട്ടുള്ള പ്രൈസിൻ്റെ അറിവിൽ നോക്കിയിട്ട് ഒരു പാർഷ്യൽ സെക്യൂർ ചെയ്യാണ്ട് 20 പിപ്പിന് ശേഷം. പിന്നെ ഫുൾ TP ഞാൻ വെച്ചത് ഇതിലത്തെ ഈ ലോയാണ് ഞാൻ ഈ ഫുൾ TP വെച്ചത്. ഈ ലോ ആണെങ്കിൽ റീടെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു, ഫുൾ TP വെച്ചു. $3 സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് എടുത്തു. പ്രൈസ് ഓൾറെഡി എൻ്റെ ട്രിഗർ ആയ ശേഷം ഏകദേശം ഒരു 10 പിപ്പ് എൻ്റെ എൻട്രിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ 20 പിപ്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് വീണ്ടും മേലിലേക്ക് പുഷ് ചെയ്ത് ഈ ഹൈ ബ്രേക്ക് ചെയ്തു. ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രേഡിൻ്റെ 50% ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഫുൾ TP ആണ്, ഫുൾ SL ആണ് ഹിറ്റ് ചെയ്തത്. ഈ ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്ത് 0.5ൻ്റെ എൻട്രി ആയിരുന്നു. $15, $3 SL എന്ന് പറയുമ്പോൾ $15 റിസ്ക് വരിക. അപ്പോൾ ഇവിടെ ഈ ഹൈ എത്തുന്ന സമയത്ത് ഞാൻ 50% ക്ലോസ് ചെയ്ത കാരണം പിന്നെ എൻ്റെ SL അടിച്ചപ്പോഴും എനിക്ക് ഏകദേശം ഒരു $10-11 മിസ്സിങ് വന്നത്. അതായത് എൻ്റെ SL $4 എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ബ്രേക്ക് ഏരിയ മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ട്രേഡിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് ഓൾറെഡി പുഷ് ചെയ്ത് ഈ എക്സ്ട്രീം POI എത്തണേക്കാൻ മുന്നേ തന്നെ കുറച്ച് കൺസോൾട്ടേറ്റ് ചെയ്ത് അടിയിലേക്ക് ഒരു 30 പിപ്പിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ എൻ്റെ POIയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഇതുപോലെ തന്നെ കാണണം. നമ്മുടെ POI മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുന്നേ തന്നെ പ്രൈസ് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് POIയുടെ ഏകദേശം അടുത്ത് ഒരു $1 അടുത്ത്, ഒരു 10 പിപ്പിൻ്റെ അടുത്ത് തന്നെ പ്രൈസ് വന്നിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ തരാണെന്നുണ്ടെങ്കിൽ, പിന്നെ ആ POIയിലേക്ക് പ്രൈസ് വരാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ട്രേഡിൽ എനിക്ക് ടേക്ക് അവേ കിട്ടിയത്. അതായത് SL അടിച്ചിരിക്കുകയാണെങ്കിലും പ്രൈസ് വന്ന് എൻ്റെ POIയുടെ അടുത്ത് തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത കാരണം പിന്നെ ആ ട്രേഡ് പ്ലേസ് ചെയ്യണ്ട എന്നുള്ളൊരു ഇത് അതായിരിക്കും നല്ലത്. എനിക്കതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ വീണ്ടും ഈ ഏരിയയും കൂടി ഞാൻ മാർക്ക് ചെയ്തു. കാരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡൗൺ ട്രെൻഡ് ആയിട്ട് തന്നെ തോന്നി. പ്രൈസ് ഓൾറെഡി ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു POI കൂടി മാർക്ക് ചെയ്തു. ഓൾറെഡി ഒരു ലോസ് കിട്ടി. സെക്കൻഡ് ട്രേഡ് ആയിരുന്നു. ഈ സമയത്ത് എന്താ പ്രൈസ് എനിക്ക് എൻട്രി ഞാൻ പ്ലേസ് ചെയ്തത് 38.55 എന്നുള്ള ഒരു എൻട്രിയാണ് ഞാൻ പ്ലേസ് ചെയ്തത്. പ്രൈസ് ഈ ഹൈഡ് അവിടെ നിന്ന് തട്ടും ചെയ്തു. അതിനുശേഷം പ്രൈസ് മെയിനിലേക്ക് പുഷായി. അപ്പോൾ ഈ പ്രൈസ് ഇവിടെ എത്തിയ ശേഷം തന്നെ ഈ ക്യാൻഡിൽ ഈ സോണിൻ്റെ മെയിനിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ട്രേഡ് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സോണിൻ്റെ മേലിലേക്ക് ട്രേഡ് തന്നെ ക്ലോസ് ചെയ്തപ്പോൾ, ഈ സോണിൻ്റെ മേലിലേക്ക് തന്നെ ഈ ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ ട്രേഡ് എൻ്റർ ആണെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ റിസ്ക് ഞാൻ കുറച്ചു. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഓൾവേസ് $3 ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. പക്ഷേ ഈ ട്രേഡിൽ ഇങ്ങനെ ഇത്രയും ബ്രേക്ക് ചെയ്ത കാരണം ഞാൻ അധികം റിസ്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൾറെഡി ഒരു ലൂസിങ് ട്രേഡായിരുന്നു. അതുകൊണ്ട് ഞാൻ 40 ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. അതായത് $2 ഏകദേശം $2 അടുത്തേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് ഓൾറെഡി അടിയിലേക്ക് പുഷായി. പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ. അപ്പോൾ ഈ 2 ട്രേഡാണ് അന്ന് ഞാൻ എടുത്തത്. ആ 2 ട്രേഡും ലൂസിങ് ആയിരുന്നു. പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ആ ട്രേഡിന് എടുക്കണേക്കെ മുന്നുള്ള കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ഞാനിതായത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് എടുക്കുന്നുള്ളത്. ആ ട്രേഡ് എനിക്ക് $11, അതിൽ $15 ഫുൾ SL. അത് ഞാൻ $11 ആയിട്ട് എനിക്ക് ചുരുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 1 more എൻട്രി
അതായത് ഈ ഏരിയയിലേക്ക് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ സെൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ആ ട്രേഡ് മാനേജ് ചെയ്ത രീതിയിൽ കുറച്ച് കൂടി വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പക്ഷേ എൻ്റെ $3 എന്നുള്ള ഫുൾ എസ്സിൽ ഞാൻ വെക്കുകയാണെങ്കിൽ ആ ട്രേഡ് വിന്നിങ് ആയിരുന്നു. പക്ഷേ ആ 2 ട്രേഡ് ലോസ് അടിച്ചാണ് ഞാൻ $7 എന്നുള്ള ചെറിയൊരു ലോസിൽ ഞാനത് എക്സിറ്റ്. അങ്ങനെയാണ് രണ്ട് ട്രേഡ് ഏകദേശം $18 ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ട്രേഡിൽ നിന്നും എനിക്കെന്താ മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ ട്രേഡിൽ എനിക്ക് എന്താ കിട്ടിയെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി വന്നു, കൺസോൾഡേറ്റ് ചെയ്തു, എന്നിട്ട് POയിലേക്ക് വരികയാണെങ്കിൽ ആ ട്രേഡ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ 2 മിനിറ്റ് ക്യാൻഡിൽ എക്സ്ട്രീമായിട്ട് ബുള്ളിഷായിട്ട് ഈ സോണിൻ്റെ പുറത്ത് ക്ലോസ് കിട്ടിയാൽ ഞാൻ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ട്രേഡ് മാനേജ് ചെയ്തു, ഓവർ മാനേജ് ചെയ്തു വേണമെങ്കിൽ പറയാം. കാരണം ഫുൾ എസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് എൻ്റെ $3 എന്നൊരു എസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ട്രേഡ് ഹിറ്റ് ചെയ്യുന്നുണ്ടാകുന്നില്ല. പക്ഷേ ആ സമയത്ത് ഞാൻ ആ 40 എന്നിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിന്നു. കാരണം ഈ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് എനിക്ക് കിട്ടിയല്ലോ. അപ്പോൾ ആ ദിവസം 2 ട്രേഡാണ് എടുത്തത്, 2 ട്രേഡും ലൂസിങ് ആണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നു 2 ട്രേഡ്സ് 2 ലോസ് ഡൺ ഫോർ ദ ഡേ എന്നുള്ളത്. അപ്പോൾ ആ 2 ട്രേഡും ലൂസിങ് ട്രേഡാണ്. ഇതാണ് എൻ്റെ 2 ലോസിൻ്റെ ബ്രേക്ക് ഡൗൺ.